Good day, all. നമ്മുടെ പൂമലയിലുള്ള ബുട്ടീക് ഹോം സ്റ്റേനെ നമ്മൾ കോയിൻ ചെയ്തത് സ്പൈസ് ട്രെയിൽ എന്നാണ്. സ്പൈസ് ട്രെയിൽ ദി എക്കോ ഗാദറിംഗ്. ആൻഡ് അതിന്റെ റീസൺ എന്ന് പറഞ്ഞാൽ നമ്മൾ അന്ന് സൈറ്റിൽ നിന്ന് ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ഹെർബ്സ് ആൻഡ് സ്പൈസ് ഗാർഡൻ എന്നുള്ള നിലയിലാണ് നമ്മൾക്ക് ഇതിനെ പ്രൊമോട്ട് ചെയ്യാൻ മേ ബി അങ്ങനത്തെ ഒരു തീമിൽ ഇതിനെ ചെയ്താൽ ഇൻട്രസ്റ്റിംഗ് ആവും തോന്നി. സോ അങ്ങനെ ഒരു പേരാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്, സ്പൈസ് ട്രെയിൽ. So talking about the site, road layouts ആണ് ആദ്യം തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്ന കാര്യം സൈറ്റ് എന്ന്. അപ്പൊ നമ്മൾ ഈവൻ പ്രോജക്റ്റിലേക്ക് വരുന്ന സമയത്തും ആദ്യം തന്നെ റോഡ് നെറ്റ്വർക്ക് ആണ് ലേ ചെയ്തത്. ബിക്കോസ് അത് വെച്ചിട്ടായിരിക്കും ബാക്കിയുള്ള സ്പേസസ് ഒക്കെ വരുന്നുണ്ടാവുക. ആൻഡ് നമ്മൾ ഇങ്ങനെ ഒരു 3-4 ഓപ്ഷൻസ് ട്രൈ ചെയ്ത് നോക്കി. പക്ഷെ ഈ ഓപ്ഷൻസിന്റെ ഒക്കെ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് ഏകദേശം 50-60% അതിന്റെ ഏരിയ എന്താണ് റോഡ് ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് പോകുന്നുണ്ട്. അപ്പം ഇത് ബേസിക് റോഡ് വെച്ചാൽ എത്തുന്ന കണക്ടിവിറ്റി മാത്രം തന്നെ ഇത്രയും എടുക്കുന്നുണ്ട്. ഓൺ ടോപ്പ് ഓഫ് ഇറ്റ് നമ്മൾ ബാക്കിയുള്ള ബിൽഡിങ്സ് ഒക്കെ പ്ലേസ് ചെയ്ത് അതിന്റെ ആക്സസും സർക്കുലേഷനും ഒക്കെ കൂടെ എടുക്കുമ്പോൾ ഈവൻ മോർ സ്പേസ് പോവുക ചെയ്യുക. ആൻഡ് അത് ഭയങ്കര ഒരു ഹ്യൂജ് കോസ്റ്റിലേക്കാണ് അത് വരുന്നത്. അപ്പൊ ഈ ലാൻഡ് ഡെവലപ്മെന്റ് തന്നെ ഭയങ്കര കോസ്റ്റ് കൺസ്യൂമിങ് ആണെന്നുണ്ടെങ്കിൽ ചിലപ്പം ആ പ്രോജക്റ്റിന്റെ ഫീസിബിലിറ്റി ആൻഡ് വയബിലിറ്റിയിൽ നമുക്ക് കുറച്ച് കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ വേറൊരു ഓൾട്ടർനേറ്റ് അപ്രോച്ച് ആണ് ഇപ്പൊ സൈറ്റിന് എടുത്തിരിക്കുന്നത്. അപ്പോൾ ടോക്കിംഗ് അബൌട്ട് ദ സോണിങ്, നമ്മൾ വിചാരിക്കുന്നത് ഒരു സ്ട്രീറ്റ് സൈഡ് പാർക്കിംഗ് തന്നെ, അതായത് നമ്മുടെ ബൗണ്ടറിയിലേക്ക് ഫ്രം ദ റോഡ് ഡയറക്ട്ലി എൻറ്റർ ചെയ്യാൻ പറ്റുന്ന പോലത്തെ ഒരു പാർക്കിംഗ് സ്പേസ് ആണ് നമ്മളിപ്പോൾ വിചാരിക്കുന്നത്. അപ്പൊ റോഡിന്റെ അതേ ലെവലിൽ തന്നെ ആയിരിക്കും നമ്മുടെ പാർക്കിംഗ് സ്പേസ് ഉണ്ടാവുക. ആൻഡ് ഈ കോമ്പൗണ്ട് വാൾ എന്ന് പറയുന്നത്, അതായത് ഒരു ടോൾ കോമ്പൗണ്ട് വാൾ വേണം എന്നുള്ളത് ഒരു നിർബന്ധമായിട്ടുള്ള ഒരു റിക്വയർമെന്റ് ആണല്ലോ. അപ്പൊ ആ ടോൾ കോമ്പൗണ്ട് വാൾ എന്ന് പറയുന്നത് പാർക്കിംഗ് സ്പേസ് കഴിഞ്ഞിട്ടായിരിക്കും ഉണ്ടാവുക. സോ ദാറ്റ് ആക്ട്സ് ലൈക്ക് ഒരു ബഫർ ബിറ്റ്വീൻ ദ എൻറ്റയർ ലാൻഡ് ഡെവലപ്മെന്റ്, പാർക്കിംഗ് ആൻഡ് ദ റോഡ്. അങ്ങനെയാണ് ഇപ്പൊ നോക്കിയിരിക്കുന്നത്. അപ്പൊ എക്സിസ്റ്റിംഗ് ആയിട്ട് കുറച്ച് ട്രീസ് ഉള്ളതുകൊണ്ട് ഈ കോമ്പൗണ്ട് വാൾ തന്നെ ഒരു സ്റ്റാഗർ ചെയ്യുന്ന ഒരു പ്രൊഫൈലാണ് എടുത്തിരിക്കുന്നത്. ആൻഡ് ഇപ്പൊ സൈറ്റിലേക്കുള്ള എൻട്രി എവിടെയാണോ ഉള്ളത്, ആ നമ്മുടെ ഒരു മെയിൻ ഡ്രൈവേ വരുന്നുണ്ടല്ലോ, ആ ഡ്രൈവേ തന്നെയാണ് പ്രൊപ്പോസ് ചെയ്യുന്ന എൻട്രി ആയിട്ടും വെച്ചിരിക്കുന്നത്. ബിക്കോസ് മാറ്റി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് വേറെ ഡെവലപ്മെന്റ്സിന്റെ ആവശ്യമുണ്ടാവും, കുറെ റോഡ് കൺസ്ട്രക്ഷൻസ്, റോഡ് നെറ്റ്വർക്ക് ഒക്കെ. അപ്പൊ ഏറ്റവും മിനിമൽ ആയിട്ട് എങ്ങനെ നമുക്ക് ഈ ബാക്കിയുള്ള സ്പേസസ് ഒക്കെ ഇൻകോർപ്പറേറ്റ് ചെയ്യാം എന്നുള്ള നിലയിലാണ് നമ്മൾ ഇതിനെ ഡീറ്റെയിൽ ചെയ്തത്. ആൻഡ് എൻട്രിയുടെ സൈഡിൽ തന്നെ ഒരു എൻട്രി ബ്ലോക്ക് എന്ന് പറയുമ്പോൾ ഒരു സെക്യൂരിറ്റി റൂം ഉണ്ടാവും, പിന്നെ ഒരു റിസപ്ഷൻ അല്ലെങ്കിൽ ഒരു ഇൻഫർമേഷൻ സെന്റർ, അങ്ങനത്തെ എല്ലാ സ്പേസസും കൂടെ വരുന്ന ഒരു എൻട്രി ബ്ലോക്ക് ആണ് ഫ്രണ്ടിൽ തന്നെ പ്രൊപ്പോസ് ചെയ്തിരിക്കുന്നത്. ആൻഡ് എക്സിസ്റ്റിംഗ് വില്ലാസ് ഓൾറെഡി റീഫർബിഷ് ചെയ്ത് വില്ല ആയിട്ട് ഡെവലപ്പ് ചെയ്യുകയാണല്ലോ, അതിലേക്കുള്ള എക്സിസ്റ്റിംഗ് ഡ്രൈവേ തന്നെയാണ്, ഐ മീൻ ഡ്രൈവേ ഇപ്പോൾ ഉള്ള ഡ്രൈവേ തന്നെ ആയിരിക്കും ആ എക്സിസ്റ്റിംഗ് വില്ലാസിലേക്ക് ആക്സസ് ചെയ്യുന്നുണ്ടാവുക. അപ്പം ഈ ഇപ്പൊ ഉള്ള എക്സിസ്റ്റിംഗ് ഡ്രൈവേയിലും പിന്നെ അതിന്റെ സൈഡിൽ അതിന്റെ ടുവേർഡ്സ് ദ ലെഫ്റ്റ് സൈഡ് നമ്മുടെ പവർ ലൈൻസ് ഉള്ള സൈഡിലേക്ക് ആ ഏരിയ ഒബ്സർവ് ചെയ്യുകയാണെങ്കിൽ അവിടെയാണ് സൈറ്റിലേക്ക് ഭയങ്കരമായിട്ട് നല്ല വ്യൂസ് ഉള്ളത്. പിന്നെ അടുത്ത വ്യൂസ് ഉള്ള പോയിന്റ് എന്ന് പറയുന്നത് വില്ലയുടെ, അതായത് ഇപ്പൊ എക്സിസ്റ്റിംഗ് വില്ലയുടെ ഏറ്റവും ടോപ്പിലാണ്. അപ്പം ഈ വ്യൂസിനെ ഡിസ്റപ്റ്റ് ചെയ്യാതെ പുതിയ ഡെവലപ്മെന്റ്സ് എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് നമ്മളൊരു മെയിൻ കൺസേൺ ആയിട്ട്, അല്ലെങ്കിൽ ഒരു മെയിൻ ഒരു പോയിന്റ് ആയിട്ട് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നത്. അതായത് വ്യൂസ് ഡിസ്ട്രപ്റ്റ് ചെയ്യാതെ ബാക്കി ബിൽഡിങ്സിനെ നമുക്ക് എങ്ങനെ പ്ലേസ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഓഡിറ്റോറിയം ഒരു 150 ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഓഡിറ്റോറിയം ആണ് ഫസ്റ്റ് നമ്മൾ ലൊക്കേഷൻ ഐഡന്റിഫൈ ചെയ്തത്. അപ്പൊ ഇപ്പോൾ ഉള്ള എക്സിസ്റ്റിംഗ് ഡ്രൈവേയിൽ തന്നെ ഒരു മിഡിൽ പോയിന്റിൽ ഓഡിറ്റോറിയത്തിലേക്ക് ആക്സസ് കൊടുക്കുന്നത് പോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കുറച്ചും കൂടി ഒരു ഫീസിബിൾ ആണ്. എൻട്രിന്ന് നേരെ എത്താൻ വേണ്ടി പറ്റും. ആൻഡ് ലെവൽസ് ഹൈറ്റ് വൈസ് ആണെങ്കിലും അവിടുത്തെ ടെറൈൻ അതിന് സ്യൂട്ടബിൾ ആണ്. അപ്പൊ അങ്ങനെ വെച്ചിട്ടാണ് നമ്മൾ ഈ ഓഡിറ്റോറിയം ആദ്യം പ്ലേസ് ചെയ്തത്. ആൻഡ് ഈ ഓഡിറ്റോറിയത്തിന്റെ ഒരു പ്രൊഫൈൽ എന്ന് പറയുന്നത്, അതായത് നമ്മൾ വ്യൂസ് കട്ട് ചെയ്യരുതെന്ന് പറഞ്ഞിരുന്നല്ലോ, അതുകൊണ്ട് തന്നെ ഗ്രൗണ്ട് ലെവലിന്റെ സെയിം ലെവലിൽ തന്നെയാണ് എന്തുള്ളത്, അതായത് അവിടെയുള്ള ആ റോഡിന്റെ സെയിം ലെവലിലാണ് അതിന്റെ ഒരു ടെറസ് ആയിട്ട് വരുന്നത്. ആ ടെറസിന്ന് ഒരു ലിഫ്റ്റിന്ന് ആക്സസ് ചെയ്തിട്ടായിരിക്കും ഓഡിറ്റോറിയം ഉണ്ടാവുക. സ്റ്റേഴ്സും ഉണ്ടാവും, ലിഫ്റ്റും ഉണ്ടാവും. അപ്പൊ എന്തെങ്കിലും ഇപ്പൊ ഹാൻഡിക്യാപ്ഡ് അല്ലെങ്കിൽ ഫിസിക്കലി ചാലഞ്ച്ഡ് ആയിട്ടുള്ള അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരാണെന്നുണ്ടെങ്കിൽ ലിഫ്റ്റ് യൂസ് ചെയ്യാം. ആൻഡ് ഓഡിറ്റോറിയം എന്ന് പറയുന്നത് അപ്പൊ ഒരു 1 floor ബിലോ ആ ടെറസ് ലെവൽ ആയിരിക്കും. അതായത് ഡ്രൈവേയിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ വാട്ട് യു ആക്സസ് ഫ്രം ദ ഡ്രൈവേ വുഡ് ബി എ ടെറസ് ഗാർഡൻ. ഫ്രം ദ ടെറസ് ഗാർഡൻ യു വിൽ ബി ആക്സസിങ് ദ ഓഡിറ്റോറിയം വിച്ച് ഇസ്
underneath the terrace garden. അപ്പോൾ മുകളിൽ നിന്ന് നോക്കുകയാണെങ്കിൽ താഴെ ഒരു ബിൽഡ് സ്ട്രക്ചർ ഉണ്ട് എന്നുള്ളൊരു ഫീല് വരാത്ത രീതിയിലായിരിക്കും ഈ ടെറസ് ഗാർഡൻ ഡിസൈൻ ചെയ്തിട്ടുണ്ടാവുക. ആൻഡ് ഈ ഓഡിറ്റോറിയം സ്പേസിന്റെയും താഴെയുള്ള ലാൻഡ് പ്രൊഫൈൽ അനുസരിച്ച് തന്നെ നമുക്ക് ലെവൽസ് കിട്ടുന്നുണ്ട്. അപ്പം ഓഡിറ്റോറിയത്തിന്റെ താഴെയുള്ള സ്പേസിലായിരിക്കും നമ്മുടെ പാൻട്രി, സ്റ്റോർ, അങ്ങനത്തെ ഇതിന്റെ സബ്സിഡറി ആയിട്ടുള്ള കുറച്ച് സ്പേസസ് ഉണ്ടായിരുന്നു ഈ ഓഡിറ്റോറിയം റിലേറ്റഡ് ആയിട്ട്, അങ്ങനത്തെ സ്പേസസ് ഒക്കെ കൊടുക്കുന്നത്. അപ്പോൾ ഓഡിറ്റോറിയം ഫൈനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് പ്രൊപ്പോസ് ചെയ്ത അഡീഷണൽ 4 villas ആണ്. അപ്പം ടുവേർഡ്സ് ദ ലെഫ്റ്റ് സൈഡ് അഗെയിൻ യു ക്യാൻ സീ ഇവിടെ കുറെ എക്സിസ്റ്റിംഗ് ട്രീസ് ഉണ്ടായിരുന്നു. അപ്പോൾ സൈറ്റിൽ അന്നേ കുറച്ച് പാർക്കിങ്ങിനൊക്കെ ഓപ്ഷൻ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന ഒരു സ്പേസ് ആയിരുന്നു അത്. അവിടെ ആണെങ്കിൽ നല്ല കുറെ ട്രീസും ഉണ്ട്. അപ്പോൾ ഈ ട്രീസ് നല്ലൊരു സ്ലോപ്പ് ലാൻഡിലും ആണുള്ളത്. ഒരു ടെറൈൻ ഒരു കുറച്ചധികം സ്ലോപ്പ് ആ ഏരിയയിലുണ്ട്. അപ്പൊ ഈ ട്രീസിനെ ഒന്നും കട്ട് ചെയ്യാതെ അതിന്റെ ഇടയിൽ കൂടെ ഒരു റാമ്പ് ചെയ്താലോ എന്നുള്ളതാണ് നമ്മൾ നോക്കിയത്. അപ്പം അതിനനുസരിച്ചുള്ള ലെവൽസ് നോക്കുമ്പോൾ കിട്ടുന്നുമുണ്ട്. ആൻഡ് ആ റാമ്പ് വന്ന് എത്തുന്നത് അഗൈൻ ഒരു അനദർ ടെറസിലേക്കായിരിക്കും. ആൻഡ് ദാറ്റ് ടെറസ് എന്ന് പറയുന്നത് നമ്മളുടെ പ്രൊപ്പോസ്ഡ് വില്ല ആൻഡ് സ്പാ ബ്ലോക്കിന്റെ മുകളിലുള്ള ടെറസ് ആയിരിക്കും. അപ്പം ഓഡിറ്റോറിയത്തിനടുത്ത് അതേ കോൺസെപ്റ്റ് തന്നെ ആയിരിക്കും ഈ വില്ല ആൻഡ് സ്പാ ബ്ലോക്കിന് ഉണ്ടാവുക. ദാറ്റ് ഈസ് യു റീച്ച് ത്രൂ ദ റാമ്പ് യു ആർ റീച്ചിങ് എ ടെറസ് ആൻഡ് ഫ്രം ദ ടെറസ് യു ക്യാൻ ആക്സസ് the floor which is underneath. അതാണ് നമ്മുടെ വില്ല. ആൻഡ് അതിന്റെയും താഴെ ആയിരിക്കും സ്പാ ബ്ലോക്ക് ഉണ്ടാവുക. സോ ആൻഡ് ഫ്രം ദ വില്ല you also have this infinity pool. അപ്പോൾ നമ്മൾ മുകളിൽ നിന്ന് നോക്കുമ്പോൾ ടെറസിൽ നിന്ന് നോക്കുമ്പോൾ ഇറ്റ് വുഡ് ബി ലുക്കിംഗ് ആസ് ഇഫ് there are no buildings at all. താഴത്തെ ലെവൽസിൽ എത്തിയാൽ മാത്രമേ നമുക്ക് അറിയുന്നുണ്ടാവുള്ളൂ ഇവിടെ ഇതിന്റെ അതായത് ഈ ടെറസിന്റെ താഴെ ബിൽഡിങ്സ് ആണെന്ന്. സോ ദിസ് ഇസ് ഹൗ ഇറ്റ് ഇസ്. അതായത് നമ്മുടെ റാമ്പ് ഇറങ്ങി വരുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് ദിസ് ഇസ് ദ ടെറസ് ഗാർഡൻ ലെവൽ. ആൻഡ് ഓൾ ദീസ് ലെവൽസ് ഹാവ് ബി മാർക്ഡ്. ഓക്കെ, സോ 99.5 അതായത് സ്പോട്ട് ലെവൽസ് ആണ്. സൈറ്റിലെ സ്പോട്ട് ലെവൽസ് വെച്ചിട്ട് 99.5 is the parking level. From there ഏകദേശം ഒരു 3 meter താഴെയാണ് നമ്മുടെ ടെറസ് ഗാർഡൻ വരുന്നത്. അപ്പോൾ ഈ 3 meter ആണ് നമ്മൾ ഈ റാമ്പിൽ കൂടെ എത്തുന്നത്. ഇറ്റ്സ് എ വാക്കിംഗ് റാമ്പ്, നോട്ട് ഈവൻ സ്റ്റെപ്സ്, ഇറ്റ്സ് ജസ്റ്റ് എ റാമ്പ്. ആ ടെറസ് ഗാർഡനിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അതിന്റെ തൊട്ട് താഴെയാണ് വില്ലാസ് ഉള്ളത്. വില്ലേന്റെ സെയിം ലെവലാണ് ഇൻഫിനിറ്റി പൂൾ ഉള്ളത്. ആൻഡ് ദെൻ beneath the infinity pool you have the spa and jacuzzi, അങ്ങനത്തെ വില്ല റിലേറ്റഡ് ആയിട്ടുള്ള സബ്സിഡറി സ്പേസസ്. So this is how we have managed even the views. അപ്പം ടോപ്പിൽ നിന്ന് ഒന്നും കട്ട് ആവാതെ എന്നാ പുറത്തുനിന്ന് ഇപ്പൊ നോക്കിയാൽ തന്നെ വേറെ വലിയ സ്ട്രക്ചേഴ്സോ ബിൽഡിങ്ങോ ഒന്നും ഇല്ലാത്തൊരു രീതിയിലാണ് ഇപ്പം ലാൻഡിന്റെ ഡെവലപ്മെന്റ് ട്രൈ ചെയ്തിരിക്കുന്നത്. ആൻഡ് ആഫ്റ്റർ ഈ പ്രൊപ്പോസ്ഡ് വില്ല ബ്ലോക്ക് then the next comes access towards the lower areas. അപ്പോൾ അതിന് നമ്മളൊരു എക്കോ ട്രെയിൽ എന്ന് പറഞ്ഞിട്ട് ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് രീതിയിൽ ഈ മൗണ്ടിന്റെ ഇടയിൽ കൂടെ കൊടുക്കുന്ന ഒരു സ്റ്റെപ്ഡ് ആയിട്ടുള്ള ഒരു കോട്ട് എന്നുള്ള നിലയിൽ, കോട്ടല്ല ഒരു സ്റ്റെപ്ഡ് ഏരിയ ആണ് ഒരു ത്രൂ ദ മൗണ്ട്. ഒരു വളരെ ഓർഗാനിക് ആയിട്ടുള്ള, എന്നാൽ ആ സ്റ്റെപ്സിൽ കൂടെ ആക്സസ് ചെയ്യുമ്പോൾ യു ക്യാൻ ഓൾസോ ആക്സസ് ഈ വില്ലയുടെ, അതായത് ഈ പ്രൊപ്പോസ്ഡ് വില്ല ബ്ലോക്കിലേക്കും നമുക്ക് ആക്സസ് ഉണ്ടാവും. പിന്നെ ഈ ഓഡിറ്റോറിയത്തിന്റെ പാൻട്രി ബ്ലോക്കിലേക്കും ആക്സസ് ഉണ്ടാവും. പിന്നെ ഈ അടുത്ത വരുന്ന കുറച്ച് സ്പേസസ് ഉണ്ട്. അപ്പൊ എല്ലാത്തിലും മൾട്ടിപ്പിൾ ആക്സസ് കൊടുത്തിട്ടാണ് ഈ ഒരു ട്രെയില് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ആൻഡ് ഫ്രം ദർ യു ആർ ഗോയിങ് ടു ആക്സസ് ദ ആംഫി തിയേറ്റർ, the open greens, which is actually the party lawn, and the step lawns, which is the amphitheater, and then the spice grove. അപ്പോൾ സ്പൈസ് ഗ്രോവ് എന്ന് പറയുന്നത് ബേസിക്കലി ഈ സൈറ്റ് ഫുൾ ഇതിന്റെ പ്ലാന്റിങ് മൊത്തം ചെയ്യുന്നത് ഈ ഒരു ഹെർബൽ ആൻഡ് സ്പൈസ് തീമിലായിരിക്കും. പക്ഷെ ഈ സ്പൈസ് ഗ്രോവ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് മൗണ്ട് ഏരിയാസ് ആൻഡ് ഫ്ലാറ്റ് ഏരിയ അങ്ങനത്തെ ഒരു സ്പേസും വരുന്നുണ്ട്. സോ ആ ഏരിയ കുറച്ചധികം ഈ ഒരു കോൺസെപ്റ്റിൽ ഒരു തീം ഗാർഡൻ പോലെ ചെയ്യാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. പക്ഷെ സൈറ്റ് അല്ലെങ്കിലും ഫുൾ ഈ തീം തന്നെയായിരിക്കും നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ടാവുക. അതായത് ഓൾറെഡി ലിസ്റ്റ് നമുക്ക് തന്നിട്ടുണ്ട്, ഇറ്റ്സ് എ ബിഗ് ലിസ്റ്റ്. അപ്പൊ ആ ലിസ്റ്റിൽ നമുക്ക് എടുക്കാൻ പറ്റിയ പോലത്തെ കുറെ പ്ലാൻസ് ഉണ്ട്. അപ്പം അങ്ങനത്തെ പ്ലാൻസും പിന്നെ ലിസ്റ്റിൽ ഇല്ലാത്ത കുറച്ച് അഡീഷണൽ കാര്യങ്ങളൊക്കെ കൂടെ ആഡ് ചെയ്തിട്ട് നമുക്ക് ആ ഒരു തീമിൽ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. ഓക്കെ, so we have added few views. അപ്പോൾ അതും കൂടെ കാണുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഒരു ഐഡിയ ഉണ്ടാവും. And from the amphitheater you can actually access the open greens, which is at the bottom level, and the spice grove, which is at the mid level. അപ്പോൾ ഇതിന്റെ എല്ലാം ആക്സസ് പോയിന്റ് എന്ന് പറയുന്നത് ഈ എക്കോ ട്രെയിൽ ആണ്. ഈ ട്രെയിൽ ഒരു സിംഗിൾ ഡയറക്ഷണൽ ട്രെയിലും അല്ല, അതിന് പല സ്പേസസിലേക്ക് കണക്ട് ചെയ്യുന്ന പോലെയാണ് ആ ട്രെയിൽ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. So this is the overall landscape master plan. ആൻഡ് നമ്മളിപ്പോൾ പറഞ്ഞിരിക്കുന്ന ഡീറ്റെയിൽസ് എല്ലാം, ഇപ്പൊ പറഞ്ഞിരിക്കുന്ന ഏരിയാസ് എല്ലാം ഇതിന്റെ ഉള്ളിൽ യു ക്യാൻ സീ. സോ
talking about the views, this is how the entry area is going to be. So roadside and then a parking and a parking space grass pavers so ഒരു വളരെ natural ആയിട്ട് തോന്നും. And വളരെ interesting ആയിട്ടുള്ള ഒരു കാര്യം ഇവിടെ ഉള്ളത്, this is like a combination of rammed earth wall and rubble wall. അപ്പം rammed earth എന്ന് പറയുന്നത് ഒരു വളരെ earthy ആയിട്ടുള്ള ഒരു feel ആണല്ലോ കൊണ്ടുവരിക. അപ്പം അതിനെ നമ്മൾ terra wall എന്നാണ് വിളിക്കുന്നത്. അപ്പം ആ ഒരു കോൺസെപ്റ്റിലാണ് നമ്മൾ ഈ കോമ്പൗണ്ട് വാൾ ചെയ്യുന്നത്. ജസ്റ്റ് ഇൻ ദ ഫ്രണ്ട്. സൈഡ് വാൾസ് ഒക്കെ അന്ന് നമ്മൾ സൈറ്റിൽ ഡിസ്കസ് ചെയ്ത പോലെ കുറച്ചും കൂടെ പെട്ടെന്ന് റെഡിമെയ്ഡ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന പോലത്തെ വാൾസ് ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം, മറ്റേ റബ്ബർ മോൾഡ്സ് ഒക്കെ വെച്ചിട്ട്. പക്ഷെ ഫ്രണ്ടിലുള്ള വാള് അറ്റ്ലീസ്റ്റ് ഒരു പ്ലേസ് മേക്കിംഗ് അല്ലെങ്കിൽ ഒരു പ്രോജക്റ്റിന്റെ ഒരു ഐഡന്റിറ്റി ക്രിയേഷന് വേണ്ടിയിട്ടുള്ള ഒരു വാൾ ആണെങ്കിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആവും തോന്നി. അപ്പം ഫ്രണ്ടിൽ ഇപ്പൊ ഇങ്ങനെ ഒരു ടെറ വാൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഒരു റാംഡ് എർത്ത് വാൾ ചെയ്യുകയാണെങ്കിൽ ആ കോൺസെപ്റ്റിൽ തന്നെ നമുക്ക് ഈവൻ താഴേക്കുള്ള സ്പേസസും അല്ലെങ്കിൽ ബിൽഡിങ്ങിന്റെ ചില വാൾസും അല്ലെങ്കിൽ ബിൽഡിംഗ് കോൺസെപ്റ്റിൽ തന്നെ റാംഡ് എർത്ത് ഒക്കെ നമുക്ക് കുറച്ച് കൊണ്ടുവരാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഒരു പ്രൊജക്റ്റിന് ഒരു ഐഡന്റിറ്റി ആവും തോന്നി. സോ ദിസ് ഇസ് ഹൗ വി ആർ എൻവിഷനിങ് ദാറ്റ് സ്പേസ്. സോ പാർക്കിംഗ് എന്ന് പറയുന്നത് അപ്പം പ്രോപ്പർട്ടിയുടെ ഉള്ളിലേക്ക് കയറുന്നേ ഇല്ല. നൺ ഓഫ് ദ കാർസ് ആർ എൻറ്ററിങ് ദ പ്രോപ്പർട്ടി എക്സെപ്റ്റ് no, none of the cars are entering the property. അങ്ങനെയാണ് നമ്മളിപ്പം ചെയ്തിട്ടുള്ളത്. Yeah, so these are the overall views. And ചില ഏരിയയിൽ നമുക്ക് കുറച്ച് ട്രീസ് വരുന്നുണ്ട്. അപ്പൊ അവിടെ നമുക്ക് പാർക്കിങ്ങിന് പകരം വി ആർ ടേക്കിംഗ് ദ വാൾ ആസ് ദ ബൗണ്ടറി ഇറ്റ്സെൽഫ് ആൻഡ് കുറച്ച് പ്ലാന്റിംഗ് സ്പേസും കൂടെ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇനീഷ്യൽ സ്ലൈഡ്സിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നല്ലോ ആ ഒരു സ്റ്റാഗറിംഗ് സംഭവിക്കുന്നത്. And this is how the terrace gardens will be. And terrace gardens നോക്കിയാൽ മനസ്സിലാവും, താഴത്തെ ബിൽഡിങ്സ് ഒക്കെ റെക്ടിലീനിയർ ആണെങ്കിലും മുകളിൽ നമുക്ക് കുറച്ചും കൂടെ ഒരു ഓർഗാനിക് ആയിട്ടുള്ള ഒരു പ്രൊഫൈൽ എടുക്കാമെന്ന് വിചാരിച്ചു. ബിക്കോസ് ഓൾറെഡി സൈറ്റ് കുറച്ച് മൗണ്ടും കാര്യങ്ങളും ഒക്കെ ആയതുകൊണ്ട് മേ ബി അങ്ങനെ ഒരു ഓർഗാനിക് പ്രൊഫൈൽ എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നാച്ചുറൽ ആയിട്ട് തോന്നും. ഇതിൻ്റെ അകത്ത് ഇപ്പോൾ പ്ലാന്റ്സ് ഒന്നും വെച്ചിട്ടില്ല. ആ ഓർഗാനിക് പ്രൊഫൈൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ആ പ്ലാന്റ്സ് ഒന്നും ഈ ഒരു ഇതിൽ വെക്കാത്തത്. പക്ഷെ വൺസ് യു ഹാവ് ദ പ്ലാന്റിംഗ് ഇറ്റ് വിൽ ലുക്ക് ആസ് ഇഫ് ദ എൻറ്റയർ ബിൽഡിംഗ് ഇസ് ഡ്രേപ്ഡ് ഇൻ പ്ലാന്റ്സ്. അപ്പൊ അങ്ങനത്തെ ഒരു കോൺസെപ്റ്റ് ആണ് നമ്മൾ ഈ ഒരു പ്രോജക്റ്റിന് ആപ്റ്റ് ആവുമെന്ന് തോന്നിയത്. സോ ഈവൻ ദ ടെറസ് ഗാർഡൻ ഇതിലൊക്കെ ഒരുപാട് ഡീറ്റെയിൽസ് ചെയ്യാൻ വേണ്ടി ഉള്ള സ്കോപ്പ് ഉണ്ട്. അതായത് പാവലിയൻസ് കൊടുക്കാം, സീറ്റിംഗ് സ്പേസസ് കൊടുക്കാം, അങ്ങനത്തെ മൾട്ടിപ്പിൾ ആക്ടിവിറ്റീസിനുള്ള സ്പേസസ് കൊടുക്കാനും കൂടിയാണ് ഈ ടെറസ് ഗാർഡൻസ് യൂസ് ചെയ്യുന്നുണ്ടാവുക. ഈവൻ ഓഡിറ്റോറിയത്തിന്റെ ടെറസും വില്ലേന്റെ ടെറസും. So this is the eco trail that leads to the villa block. അപ്പോൾ ഒരു 3 meter ഒരു slope ആണുള്ളത് and you reach the villa block. And from there, eco trails leading to the open dining or the open lawns, which is at the bottommost level. And ഇങ്ങനെ ഒരു ലാംഗ്വേജ് ആണ് നമ്മൾ എക്കോ ട്രെയിലിന് കാണുന്നത്. അഗൈൻ ഇതൊരു ബേസിക് ആയിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു കോൺസെപ്റ്റ് ഡിസ്കഷന് വേണ്ടിയിട്ടുള്ള ഒരു മോഡലാണ്. അപ്പം യു ക്യാൻ സി എങ്ങനെയാണ് നമ്മൾ ആ മൗണ്ടിൽ കൂടെ സ്റ്റെപ്സ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്, അതിന്റെ പ്രൊഫൈൽ എന്താണ്. ആൻഡ് ഈ സ്റ്റെപ്സ് എക്കോ ട്രെയിൽ ഇറങ്ങി വന്നിട്ട് ഇതിൽ കൂടെ ആക്സസ് ചെയ്യുന്നതാണ് നമ്മുടെ വില്ല ബ്ലോക്കിന്റെ എൻട്രി എന്ന് പറയുന്നത്. മെയിൻ എൻട്രി ഇത് കൂടെയാണ്. ആൻഡ് വൺസ് യു കം ഡൗൺ യു ക്യാൻ ആക്സസ് ദ പാൻട്രി ഏരിയ. അങ്ങനെ മൾട്ടിപ്പിൾ ലെവൽസിൽ കണക്ഷൻസ് ഉണ്ട് എന്ന് പറഞ്ഞിരുന്നല്ലോ. അപ്പം അത് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ഒരു വ്യൂ എടുത്തിരിക്കുന്നത്. So you can see there is one entry over here, one entry over here, and then even താഴെ വന്നാലും there are other entries. So this is the overall view. And infinity pool enne nokkiyal it is actually overlooking the open greens and the areas beyond. And nammal plan I think it is already mentioned ടവർ ലൈൻസ് ഒക്കെ കഴിഞ്ഞിട്ടാണ് ഈവൻ ബിൽഡിംഗ് പൊസിഷൻ ചെയ്തിരിക്കുന്നത്. സോ ടവർ ലൈൻസിന് ഹിൻഡർ ചെയ്യുന്നില്ല. ആൻഡ് ടവർ ലൈനിന്റെ തൊട്ട് താഴെയുള്ള സ്പേസസ് ആണ് ഈ ഓപ്പൺ ഗ്രീൻസ് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ബിൽഡിംഗ് തട്ടുക അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ക്ലിയറൻസ് വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ഡിസൈൻ ചെയ്തത്. And so finally you're reaching an open dining space or an open lawn, ഒരു പാർട്ടി സ്പേസ്, എല്ലാം മൾട്ടിപ്പിൾ ആക്ടിവിറ്റീസിന് പറ്റുന്ന പോലെ. ആൻഡ് അതിനെ ഓവർലുക്ക് ചെയ്തിട്ട് ഇതിപ്പോൾ ജസ്റ്റ് ഒരു പോഡിയം ഒരു സ്പേസ് വേണം, ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തിട്ടേ ഉള്ളൂ. ഇറ്റ്സ് നോട്ട് യെറ്റ് ഡിസൈൻഡ്. ആൻഡ് ദെൻ ഈ ഓപ്പൺ ഗ്രീൻസിനെ ഓവർലുക്ക് ചെയ്തിട്ടാണ് യു ഹാവ് ദീസ് സ്റ്റെപ്ഡ് ലോൺസ്. സ്റ്റെപ്പ് ലോൺ എന്ന് പറയുന്നത് ക്യാൻ ഓൾസോ ആക്ട് ആസ് എൻ ആംഫി തിയേറ്റർ. അപ്പോൾ ഈ മൗണ്ട്സിന്റെ ഇടയിൽ തന്നെ ആ പ്രൊഫൈലിൽ അധികം പ്രൊഫൈൽ മാറാത്തൊരു രീതിയിലാണ് നമ്മൾ സ്റ്റെപ്ഡ് ലോൺസിനും ആംഫിനിയം നമ്മൾ പൊസിഷൻ ചെയ്തിരിക്കുന്നത്. ആൻഡ് യു ക്യാൻ സീ ദ ഡിഫറെന്റ് ലെവൽസ്. നമ്മൾ ലെവൽസ് ഒക്കെ മാർക്ക് ചെയ്തിട്ടുണ്ട്. സോ ഇറ്റ് ഇസ് ഓൾ
നല്ല ലെവൽ ഡിഫറൻസ് ഉണ്ട്. അപ്പം അങ്ങനെ ഒരു വല്ലാത്തൊരു ലെവൽ ഡിഫറൻസ് ഉണ്ടെന്ന് അറിയാത്ത രീതിയിലും കൂടിയാണ് നമ്മൾ അതിനെ ഡെവലപ്പ് ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളത്. സോ ദീസ് ആർ ദ ഡിഫറെന്റ് വ്യൂസ്. ആൻഡ് നേരത്തെ മോഡല് കാണിക്കാൻ പറ്റാത്ത ഒരു സ്ഥലം ഇതാണ്. അതായത് ഇൻഫിനിറ്റി പൂളിന്റെ തൊട്ട് താഴെയാണ് സോന ആൻഡ് ജക്കൂസി ഉള്ളത്. അപ്പം ഇവിടെയും ഈ പറഞ്ഞ മാതിരി ഒരു റബിൾ വാൾ തീമിലോ അല്ലെങ്കിൽ ഒരു റാംഡ് എർത്ത് വാൾ തീമിലൊക്കെ ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. അപ്പൊ ഇതും ഓവർലുക്കിംഗ് ടുവേർഡ്സ് ദ ഓപ്പൺ ലോൺസ് ആണ്. സോ this is how it is. Yeah. So ഇതിന്റെ ഒരു overall aerial view ആണ്. So it is only from the lower level when you look up you can see all these buildings. Otherwise മുകളിൽ നിന്ന് നോക്കുമ്പോൾ it will look like one big garden. അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചും കൂടെ ഗാർഡനിങ് സ്പേസസ് അല്ലെങ്കിൽ പ്ലാന്റിംഗ് സ്പേസസ് കൂടുക ചെയ്യുന്നത്. സോ നമുക്ക് വ്യത്യസ്തമായ കോൺസെപ്റ്റ്സിൽ തന്നെ ഈ സ്പൈസ് ഗാർഡൻ അല്ലെങ്കിൽ ഹെർബ് ഗാർഡൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്കോപ്പ് ഉണ്ട്. So yeah, this is the landscape master plan once again. And കുറച്ച് ഫീൽ ഇമേജസ് നമ്മൾ വെച്ചിട്ടുണ്ട്. അപ്പം കുറച്ചും കൂടെ ഒരു റസ്റ്റിക് ആയിട്ടുള്ള ഒരു തീമിലാണ് വിചാരിക്കുന്നത്. ആൻഡ് അതിനുള്ള ഒരു പൊട്ടൻഷ്യലും ആ സൈറ്റിൽ ഉണ്ട്. ആൻഡ് ദ സൈറ്റ് ഇസ് ഓൾസോ വെരി ബ്യൂട്ടിഫുൾ. അപ്പോൾ അതിനോട് ജസ്റ്റിസ് ചെയ്യുന്ന പോലെയുള്ള ഒരു തീമായിരിക്കും നമ്മൾ എന്താണെങ്കിലും കൊണ്ടുവരാം. വളരെ പോളിഷ്ഡ് ആയിട്ടോ അല്ലെങ്കിൽ വളരെ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഒരു സാധനം ആ ഒരു കോൺസെപ്റ്റിന് ചേരുകയേ ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ അതൊന്ന് കൺവേ ചെയ്യാനാണ് കുറച്ച് ഓർഗാനിക് ആയിട്ടുള്ള വളരെ ട്രോപ്പിക്കൽ ആൻഡ് വളരെ ഏർത്തി ആയിട്ടുള്ള കുറച്ച് ഫീൽ ഇമേജസ് നമ്മളിപ്പം എടുത്തിട്ടുള്ളത്. ആൻഡ് ഈവൻ ടെറസസ് ആണെങ്കിലും ഒരു 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 സ്പേസ് വേർ യു ക്യാൻ ഹാവ് ഡിഫറെന്റ് ആക്ടിവിറ്റീസ് ആൻഡ് അതിന്റെ അടിയിൽ ബിൽഡിംഗ് അങ്ങനെ ഒരു കോൺസെപ്റ്റ് കാണിക്കാനാണ് ഇത് വെച്ചിരിക്കുന്നത്. And this is one view one image which shows how those rammed earth walls would be. Yeah. So yeah, that's it. So I hope the design is clear. ഞങ്ങൾ ഇതിന്റെ പ്രസന്റേഷനും കൂടെ ഒന്ന് ഷെയർ ചെയ്യാം. ആൻഡ് എന്തെങ്കിലും കമന്റ്സ് ഉണ്ടെങ്കിൽ ഒന്ന് നോക്കിയിട്ട് നമ്മളെ അറിയിച്ചാൽ മതി. Okay. Yeah, so thank you all. Thank you.